വെൽക്കം ടു എമീസ് ഓൺ വേൾഡ്. അപ്പോൾ ഇതേ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എടുക്കാനായിട്ട് ഒരുങ്ങാണ് ഇപ്പോൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മുടെ സ്റ്റഡി മാറ്റിൽ ഇത് ഭയങ്കര ഡീപ്പായിട്ടൊന്നും കൊടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഒരുപാട് പ്രാവശ്യം ഓൾമോസ്റ്റ് എവറി ടേംസിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഭാഗമാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത് എടുക്കാൻ പോകുന്ന റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ ശരിക്കും എന്താ ചെയ്യണേന്നുള്ളത് പറഞ്ഞുതരാം. റെക്കോർഡിംഗ് ആൻഡ് റിവേഴ്സിങ്, ഇതാണ് മെയിൻലി ഇവിടെ നടക്കുന്ന പ്രതിഭാസം. റെക്കോർഡിംഗ് ആൻഡ് റിവേഴ്സിങ്, ചില സ്ഥലത്ത് ചിലത് അവർ ഒമിറ്റ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിന് കറക്റ്റ് എഫക്റ്റ് കൊടുക്കുക, അതാണ് റെക്കോർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലത് അവർ തെറ്റായിട്ടുള്ള എഫക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം, എന്നിട്ട് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കണം. അപ്പം ഇതാണ് ഇവിടെ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ ചുരുക്കി നടക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ റെക്കോർഡിംഗ് ആൻഡ് റിവേഴ്സിങ് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു കോൺസെപ്റ്റ് നിങ്ങൾ അറിയേണ്ടത് സസ്പെൻസ് അക്കൗണ്ട് ആണ്. സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസ് പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ളത്, അല്ലേ? അതായത് നമ്മൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ആഡ് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും അത് ടോട്ടലി അത് കറക്റ്റ് ആവുന്നതാണ്. രണ്ട് സൈഡും ഒരേ ടോട്ടലാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ ചില സമയത്ത് അങ്ങനെ വരില്ല. അത് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ടോട്ടൽ ഇതിന്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡിഫറൻസിന് നമ്മളിപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കുറവെങ്കിൽ ആ ഡെബിറ്റ് സൈഡിൽ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോട്ടൽ ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ള എമൗണ്ട് നമ്മൾ എഴുതി വെക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് സസ്പെൻസ് അക്കൗണ്ടിന് ഇന്ന എഫക്റ്റ് ആണ്, ഇന്ന ബാലൻസ് ആണ് വരാമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഡെബിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണെന്നും പറയാൻ പറ്റില്ല. അത് ഓരോന്നിലും ഓരോന്നായിരിക്കും അതിന്റെ ബാലൻസ് ആയിട്ട് വരിക. ഫൈൻ. അപ്പോൾ എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് മനസ്സിലായത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പററി ഒരു അക്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഡിഫറൻസുകളെ ട്രയൽ ബാലൻസിലുള്ള ഡിഫറൻസിനെ ടെമ്പററി ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും എററുകൾ കൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലെ എററുകൾ ഉണ്ട്. അതായത് വൺ സൈഡഡ് എറർ ഉണ്ട്, ഡബിൾ സൈഡഡ് എറർ ഉണ്ട്. വൺ സൈഡഡ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ട്രയൽ ബാലൻസിന്റെ അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടാവുക, എററിന്റെ എഫക്റ്റ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ വൺ സൈഡഡ് എറർ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിനെയും ബാധിച്ചിട്ടില്ല, ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ഒരുമിച്ച് ബാധിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ക്രെഡിറ്റിനായിരിക്കും ബാധിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഡെബിറ്റിനായിരിക്കും ബാധിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണ് ഈ വൺ സൈഡഡ് എറേഴ്സ്. അപ്പോൾ ഈ വൺ സൈഡഡ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒരു സൈഡിൽ കൂടിയിട്ടോ കുറഞ്ഞിട്ടോ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രയൽ ബാലൻസിനെ അത് എഫക്ട് ചെയ്യും. നമുക്കത് ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് വൺ സൈഡഡ് എറേഴ്സ്. ഡബിൾ സൈഡഡ് എറേഴ്സ് ഉണ്ട്. ഇവരേനെ കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല. കാരണം ട്രയൽ ബാലൻസിനെ അത് എഫക്ട് ചെയ്യില്ല. കാരണം ഡെബിറ്റിലും കറക്റ്റ് ഒരു എഫക്റ്റ് പോയിട്ടുണ്ടായിരിക്കും, ക്രെഡിറ്റിലും എഫക്റ്റ് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ രണ്ടും നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടുള്ളത് തെറ്റായിരിക്കും. അതാണ് ഈ ഡബിൾ സൈഡഡ് എറർ. ഡെബിറ്റിലും ഉണ്ട് ആ എറർ, ക്രെഡിറ്റിലും ഉണ്ട് ആ എറർ എങ്കിൽ അതെന്താവും? നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ അത് കാണില്ല. കാരണം ആ എറർ രണ്ട് സൈഡിലുള്ള സ്ഥിതിക്ക് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ടോട്ടൽ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും ടോട്ടൽ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡബിൾ സൈഡഡ് എറേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതങ്ങനെയാണ്. ഇനി ഈ വൺ സൈഡഡ് എറേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ടിലൂടെയൊക്കെയാണ് ഈ വൺ സൈഡഡ് എറേഴ്സ് നമ്മൾ എൻട്രി പാസ് ചെയ്യുക. അപ്പോൾ ഈ വൺ സൈഡ് എറേഴ്സ് സസ്പെൻസ് അക്കൗണ്ടിലൂടെ പാസ് ചെയ്യുന്നു പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എറർ വന്നെങ്കിലാണ്. അതായത് മൂന്ന് തരത്തിലുണ്ട് എററുകൾ വരുന്നത്. ഒരു മൂന്ന് തരമായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരട്ടെ. അപ്പോൾ എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് വെറുതെ എന്ന് പറഞ്ഞു. ഒന്നുകൂടി നോക്കാം. ടെമ്പററി അക്കൗണ്ട് ആണ്. ടെമ്പററി അക്കൗണ്ട് യൂസ്ഡ് ടു ഹോൾഡ് മണി ഓർ എമൗണ്ട്സ് ദാറ്റ് ഡോണ്ട് ഹാവ് എ ക്ലിയർ എക്സ്പ്ലനേഷൻ. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു എമൗണ്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എമൗണ്ടുകൾ അതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ടെമ്പററി അക്കൗണ്ടിൽ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇടുന്നത്. ഓക്കെ, ഓർ കാൺ ബി അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്കത് അക്കൗണ്ട് ചെയ്യാറായിട്ടില്ല, അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് യൂസ് ചെയ്യും. When there is an error or discrepancy in accounting records, the suspense account is used to temporarily hold the amount until the error is found and corrected. അപ്പോൾ നമ്മൾ ആ ഒരു എറർ കണ്ടുപിടിച്ച് നമുക്ക് ആ എറർ
എറർ ഉണ്ടെന്ന് മനസ്സിലായി. ആ എറർ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വന്ന് സസ്പെൻസ് അക്കൗണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ എററിനെ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് എറർ വന്നതെന്നും നമ്മൾ ആ സസ്പെൻസ് അക്കൗണ്ടിലുള്ള സാധനത്തിന് കറക്റ്റ് എഫക്ട് കൊടുക്കും വേണം. ഓക്കെ, എന്നിട്ട് അത് കറക്റ്റ് ചെയ്യണം, കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനമൊക്കെ ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ എല്ലാം ശരിയായി നോക്കുമ്പോൾ ഈ സസ്പെൻസ് അക്കൗണ്ട് അവിടെ ഉണ്ടാവാൻ പാടില്ല, അത് എല്ലാതും ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ ശരിയാക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഈ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് പറയാനുള്ളത് എററുകളെ പറ്റിയിട്ടാണ്. ടൈപ്സ് ഓഫ് എറർ നമ്മൾ ഓൾറെഡി ചെറിയൊരു രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്താണ് എറർ എന്നുള്ളത്. ട്രയൽ ബാലൻസിന് ഈ ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എറർസ് ഓഫ് കമ്മീഷനുള്ളിൽ 4 എററുകളാണ് പ്രധാനമായിട്ടും വരണത്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, അപ്പൊ 4 എററുകളാണ് വരുന്നത്. എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമീഷൻ, അതുപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, അതുപോലെ എറർ ഓഫ് പ്രിൻസിപ്പൾ. ഇങ്ങനെ പ്രധാനമായിട്ടും 4 എററുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ 4 എണ്ണത്തിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ട്. ഫൈൻ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എറർ ഓഫ് കമ്മീഷൻ നമ്മൾ നോക്കുമ്പോൾ റൈറ്റിംഗ് ദ റോങ് എമൗണ്ട് ഇൻ സബ്സിഡിയറി ബുക്സ്. അപ്പൊ നമുക്ക് ആദ്യം അറിയാം, നമ്മൾ ഈ സബ്സിഡിയറി ബുക്സ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഈ ലെഡ്ജേഴ്സിന്റെ ബാലൻസ് എടുത്ത് നമ്മൾ ടി ബി പ്രിപ്പയർ ചെയ്യുന്നു, അതായത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നമ്മൾ ഇനീഷ്യൽ ബുക്സിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇനീഷ്യൽ ബുക്സിൽ പെടുന്ന ഒരാളാണ് സബ്സിഡിയറി ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിന്റെ സമയത്തൊക്കെയാണ് ഈ പറയുന്ന സബ്സിഡിയറി ബുക്സിന്റെ ഒരു ഇടപെടൽ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ സബ്സിഡിയറി ബുക്സിൽ നമ്മൾ എഴുതുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ റോങ് എമൗണ്ട് ആയിരിക്കും എഴുതുന്നുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ആ റോങ് ആയിട്ട് എഴുതുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എറർ ഓഫ് കമ്മീഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഈ സബ്സിഡിയറി ബുക്സിൽ റോങ് ആയിട്ട് എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഇത് വെച്ചിട്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസ് കറക്റ്റ് ആയിട്ടാവും കാണിക്കുക. നമുക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്നൊന്നും ഈ പറയുന്ന നമ്മൾ സബ്സിഡിയറി ബുക്സിൽ ആദ്യമേ തന്നെ നമ്മൾ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായ. അതായത് സബ്സിഡിയറി ബുക്സ് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണല്ലോ, അതിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ തെറ്റ കൊണ്ട് എഴുതിയിരിക്കുന്നത്. ഈ തെറ്റാണ് പിന്നീട് നമ്മൾ ലെഡ്ജറിലേക്ക് എഴുതുന്നു, ഈ ലെഡ്ജറിൽ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതുന്നു. ഓക്കെ, അപ്പൊ ട്രയൽ ബാലൻസ് നമുക്ക് നോക്കുമ്പോൾ ടോട്ടലൊക്കെ ചെയ്ത് നോക്കുമ്പോഴും മറ്റു നോട്ടത്തിൽ നോക്കുമ്പോഴൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കും, തെറ്റുണ്ടായിരിക്കും. ആ തെറ്റ് സബ്സിഡിയറി ബുക്സ് ആയതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഇതാണ് എറർ ഓഫ് കമ്മീഷൻ ആദ്യം വരുന്നത്. പിന്നെ വരുന്നൊരു കാര്യമാണ് സബ്സിഡിയറി ബുക്സ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ റോങ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്ത് വരുമ്പോൾ തെറ്റായിട്ട് ടോട്ടൽ സമ്മ നമ്മൾ എഴുതി വെക്കുക, റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലിങ് വരുന്ന തെറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ പോസ്റ്റിംഗ് ദ റോങ് എമൗണ്ട് ഇൻ ദ ലെഡ്ജറിലേക്ക് നമ്മൾ ഈ സബ്സിഡിയറിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റായിട്ടുള്ള എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ റോങ് സൈഡിലോട്ട് എഴുതുക, ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട കാര്യം ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് എഴുതുക. പിന്നെ എന്നിട്ടാണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ റോങ് ആയിട്ട് ബാലൻസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ എറർ ഓഫ് കമ്മീഷനിൽ അധികമായിട്ടും കണ്ടുവരുന്ന എററുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ആദ്യത്തെ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു സബ്സിഡിയറി ബുക്സ് എല്ലാം നമ്മൾ റോങ് എമൗണ്ട് ചെയ്താണെങ്കിൽ പിന്നീട് നമ്മൾ ആ തെറ്റാണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് അത് അഗ്രി പെട്ടെന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന എററുകളൊക്കെ ആണെങ്കിൽ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല, അഗ്രി ചെയ്യില്ല, റോങ് എമൗണ്ട് ആയിരിക്കും. കാരണം സബ്സിഡിയറി ബുക്സിലെ ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ റോങ് എമൗണ്ട് ആണ് ലെഡ്ജറിൽ യൂസ് ചെയ്യുന്നത്, റോങ് സൈഡിലാണ് വരുമ്പോൾ പിന്നീട് നമ്മൾ ട്രയൽ ബാലൻസ് ഒന്നും എന്താവില്ല, അഗ്രി ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. സബ്സിഡിയറി ബുക്സ് നമ്മൾ ഒന്നുകൂടിയും ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്തത് ഇതാണ് എറർ ഓഫ് കമ്മീഷൻ കേട്ടോ. എറർ ഓഫ് കമ്മീഷനിൽ റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡിയറി ബുക്സിന്റെ ഒരു കാര്യം കാണിച്ചു തരാം. ചെറിയൊരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പർച്ചേസ് ബുക്കിന്റെ കറക്റ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 10,000 ആവണമെന്ന് വിചാരിക്കാം. പർച്ചേസ് ബുക്കിന്റെ കറക്റ്റ് ടോട്ടൽ എന്ന് പറയുന്നത് 10,000 ആവണം. ഓക്കെ, പക്ഷേ നമ്മുടെ കാൽക്കുലേഷൻ എറർ കാരണം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചത് 11,000 എന്നാണ്. ശരിക്കും 10,000 വരുള്ളൂ, പക്ഷെ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും 1,000 കൂടി പോയി. 11,000 എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ടോട്ടൽ ചെയ്തപ്പോൾ എഴുതി വെച്ചത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ കാസ്റ്റിംഗ്. ഉള്ള എമൗണ്ടിനേക്കാളും ഓവർ ആയിട്ട് നമ്മൾ എഴുതി. 11,000 10,000 ആയിരുന്നു, 1,000 നമ്മൾ അധികമായിട്ട് എഴുതി. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഓവർ കാസ്റ്റിംഗ് എന്ന് പറയാം. തെറ്റായിട്ട് അതായത് ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ടോട്ടലി എഴുതി വെച്ചു അങ്ങനെ. അപ്പോൾ ഡ്യൂ ടു കാൽക്കുലേഷൻ എറർ യു റെക്കോർഡ് ദ ടോട്ടൽ ആസ് 9,000. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു സീനാറി പറയാണ് 10,000 ആയിരുന്നു ഒറിജിനൽ പർച്ചേസ് ബുക്കിൽ വേണ്ടത്, പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എറർ കൊണ്ട് 9,000 ആയി എന്ന് വിചാരിക്കുക. 9,000 ആയി എന്ന് വിചാരിക്കുക, അതായത് 1000 കുറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രതിഭാസം നമ്മൾ എന്ത് പറയും, അണ്ടർ കാസ്റ്റിംഗ് എന്നാണ് പറയാം. അണ്ടർ കാസ്റ്റിംഗ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഓവർ കാസ്റ്റിംഗ് എന്താണ്, അണ്ടർ കാസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ ഇനി അടുത്ത എററിലേക്ക് കടക്കാം. എറർ ഓഫ് ഒമീഷൻ. എറർ ഓഫ് ഒമീഷനിൽ
നമുക്കറിയാം, അതായത് ഒമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോവുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത് അല്ലെ. ഒമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോകാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാ പറയുന്നത് നോക്കിയേ. ഒമിറ്റിംഗ് ആൻ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രം ദി സബ്സിഡിയറി ബുക്ക്. നമ്മൾ സബ്സിഡിയറി ബുക്കിൽ ഒരു എൻട്രി എഴുതാനേ മറന്നു, മൊത്തത്തിലേ എഴുതിയിട്ടേ ഇല്ലെങ്കിൽ എന്തുണ്ടാവും, TV അഗ്രി ചെയ്യും, ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യും. കാരണം നമ്മൾ സബ്സിഡിയറി ബുക്സിൽ അങ്ങനെ ഒരു സാധനം എഴുതിയിട്ടില്ല. അങ്ങനെ ഒരു സാധനം എഴുതാത്തതുകൊണ്ട് ലെഡ്ജറിൽ നമ്മൾ അത് എഴുതുന്നില്ല, ലെഡ്ജറിൽ എഴുതാത്തതുകൊണ്ട് ട്രയൽ ബാലൻസിൽ അത് എഴുതുന്നില്ല. അതുകൊണ്ട് ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യും. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ട്രയൽ ബാലൻസിൽ അതില്ലെങ്കിൽ നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒമിറ്റിംഗ് ടു പോസ്റ്റ് ദ ലെഡ്ജർ അക്കൗണ്ട് ഫ്രം ദി സബ്സിഡിയറി ബുക്സ്. അതായത് സബ്സിഡിയറി ബുക്സിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു, പക്ഷെ അത് ലെഡ്ജർ അക്കൗണ്ട് എന്ത് ചെയ്തില്ല, നിങ്ങൾ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഒമിറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യില്ല. ട്രയൽ ബാലൻസ് വിൽ നോട്ട് അഗ്രി. ഓക്കെ, അതാണ് എറർ ഓഫ് ഒമിഷനിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഒമിഷന്റെ നമുക്ക് കുറച്ചുകൂടി അധികമായിട്ട് മനസ്സിലാവുക. അടുത്ത നമുക്ക് എറർ പറയാം. അടുത്ത എററാണ് എറർ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. എറർ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ എക്സാമ്പിൾ പോലെ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കി, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകുന്ന സാധനത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് ചെയ്തു, അതായത് ഫിക്സഡ് അസറ്റിന്റെ വിൽപ്പന നമ്മൾ കാണിച്ചത് നമ്മുടെ ഗുഡ് വിറ്റ പോലെയാണ്, ഓർഡിനറി സെയിൽ ചെയ്ത പോലെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ കാണിച്ചു പോയത് എന്നെങ്കിൽ അപ്പൊ ആ പ്രിൻസിപ്പളിൽ വരുന്ന തെറ്റാണത്. കാരണം ഫിക്സഡ് അസറ്റ് ആണ് വിറ്റത്, ഫിക്സഡ് അസറ്റ് നമ്മുടെ ഗുഡ് അല്ലേ. ഗുഡ് ആയിരുന്നെങ്കിൽ നമുക്ക് ഓർഡിനറി സെയിൽസിലേക്ക് വിടായിരുന്നു. പക്ഷെ ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് നമ്മളത് സാധാരണ നമ്മുടെ ഗുഡ്സ് വിറ്റ പോലെ, കസ്റ്റമേഴ്സിന് വിറ്റ പോലെ കാണിക്കുന്ന പറഞ്ഞത് തെറ്റാണ് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ട്രയൽ ബാലൻസ് നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് എഫക്റ്റ് ആയിരിക്കും. ലൈക്ക് നമുക്ക് പറയാം എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് അല്ലേ, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റിന് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ ഫിക്സഡ് അസറ്റിന് പകരം നമ്മൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും ഒരേ ബാലൻസ് തന്നെയാ. ട്രയൽ ബാലൻസ് നമ്മുടെ സെറ്റ് ആയി പോകും. പക്ഷെ പ്രിൻസിപ്പളിൽ വ്യത്യാസം വന്നു, പ്രിൻസിപ്പളിൽ തെറ്റ് വന്നു. ഫിക്സഡ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തത്. രണ്ടിനും ഒരേ ബാലൻസ് ആയതുകൊണ്ട് നമ്മുടെ ട്രയൽ ബാലൻസ് എന്താവും, ശരിയായി പോകും. ഓക്കെ, അപ്പൊ അതാണ് വരുന്നത്. അപ്പൊ ട്രയൽ ബാലൻസ് വിൽ അഗ്രി. അപ്പൊ അതാണ് എറർ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇനി എറർ പ്രിൻസിപ്പൾ ഒരു കാര്യം കാണിച്ചു തരാം. Error principle. Purchase of a new machine for ₹15,000 is debited to the purchases account. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആട്ടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു പുതിയ മെഷീൻ ആണ് കേട്ടോ വാങ്ങിച്ചത്. പുതിയൊരു മെഷീൻ വാങ്ങിച്ചു, 50,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുണ്ടായെന്ന് പറഞ്ഞേ, പുതിയ മെഷീൻ ഞാൻ വാങ്ങിച്ചത് ഡെബിറ്റ് ചെയ്തത് എന്ത് അക്കൗണ്ടിലാണ്, പർച്ചേസസ് അക്കൗണ്ടാണ്. പർച്ചേസസ് അക്കൗണ്ട് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വിൽക്കേണ്ട സാധനം വാങ്ങിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഗുഡ്സ് എന്ന് പറയാ അല്ലെ. നമ്മൾ എന്താണോ കസ്റ്റമേഴ്സിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സാധനം വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയാ. ആ ഗുഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഇല്ല. നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനത്തിന് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് പർച്ചേസസ് അക്കൗണ്ട്. അപ്പോ ഞാനൊരു പുതിയ മെഷീൻ വാങ്ങിച്ചു, അത് 50,000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഈ സാധനം നമ്മൾ ഡെബിറ്റ് പോയിരിക്കുന്നത് എന്തിലേക്കാണ്, പർച്ചേസസ് അക്കൗണ്ടിലേക്കാണ്. ഇവിടെ പ്രിൻസിപ്പളിൽ ഒരു തെറ്റ് വന്നു. അപ്പൊ ഇവിടെ നോക്കാം, കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എന്താണെന്ന് നോക്കാം. ശരിക്കും എൻട്രി വരേണ്ടത് നമ്മുടെ അസറ്റ് കൂടിയല്ലോ, അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി 50,000 അല്ലെ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, അസറ്റ് ആണ് ക്യാഷ്, അസറ്റ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ശരിക്കും വരേണ്ടിയിരുന്ന എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ ഇവര് പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് ഇവർ എൻട്രി എഴുതി വെച്ചിട്ടുള്ളത്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ എൻട്രി പോയിട്ടുള്ളത്. ഓക്കെ, രണ്ടിനും അതായത് പർച്ചേസിനും അതുപോലെ അസറ്റിനും എന്താണ് ഒരേ ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണല്ലേ. അപ്പോൾ ട്രയൽ ബാലൻസിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണിക്കില്ല, കാരണം ടോട്ടൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും വരിക. രണ്ടിനും ഒരേ എഫക്റ്റ് ആണല്ലോ. പക്ഷേ ഇവിടെ പ്രിൻസിപ്പളിൽ തെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ പർച്ചേസസ് അക്കൗണ്ട് അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത് മെഷീനറി അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ എങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നുള്ള കാര്യം കൂടിയും പറഞ്ഞുതരാം. ഇത് എല്ലാ ഇതിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇവിടെ നോക്കുക, ഇതാണ് ശരിക്കുള്ള എൻട്രി, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇവിടെ തെറ്റായിട്ടുള്ള എൻട്രി നോക്കിയേ, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പൊ ഇതില് ഒരു സാധനം തെറ്റാ, മറ്റേ സാധനം കറക്റ്റാ. നോക്കിയേ, ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിന് കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. റോങ് എൻട്രിയിലും അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കണേ, ഇവിടെയും കറക്റ്റ് തന്നെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റോങ് എൻട്രിയിൽ ഇതിന് കറക്റ്റ് എഫക്റ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇനിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്യാഷ് അക്കൗണ്ടിന്റെ നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, അതിന് കറക്റ്റ് എഫക്റ്റാ കൊടുത്തിട്ടുള്ളത്. എന്തിനാ തെറ്റായിട്ടുള്ള എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്, പർച്ചേസ് അക്കൗണ്ടിനാണ് തെറ്റായിട്ടുള്ള എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു അല്ലേ. അപ്പോ
ഡെബിറ്റ് ചെയ്ത സാധനം ഞാൻ പറഞ്ഞു. ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ പ്രധാനമായിട്ട് നടക്കുന്നത് എന്താണ്? നമ്മൾ തെറ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇവിടെ തെറ്റാണ്, പർച്ചേസ് അക്കൗണ്ട് അല്ല നമ്മൾ എഫക്റ്റ് കൊടുക്കണം, അപ്പോൾ നമ്മൾ അത് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുള്ള സാധനം ഞാൻ ഇങ്ങനെ ക്രെഡിറ്റ് എഫക്റ്റ് കൊടുക്കുക. അതായത് ഡെബിറ്റ് എഫക്റ്റ് കൊടുത്ത സാധനം ഞാൻ റിവേഴ്സ് ചെയ്യുക, ക്രെഡിറ്റ് എഫക്റ്റ് കൊടുക്കണം, അപ്പൊ അത് ഇല്ലായി പോവും. അപ്പൊ പർച്ചേസ് അക്കൗണ്ടിനെ ഞാൻ പിടിച്ച് ക്രെഡിറ്റ് ചെയ്തു. അതൊക്കെയല്ലോ. ഇനി കറക്റ്റ് എഫക്റ്റ് കൊടുക്കേണ്ട ആൾ ആരാണ്? മെഷീനറി അക്കൗണ്ട് അല്ലേ. മെഷീനറി അക്കൗണ്ട് ഏത് ബാലൻസാ വരിക? മെഷീനറി വാങ്ങിക്കുമ്പോൾ അസറ്റ് കൂടുന്നു, അസറ്റിന് ഞാൻ ഏത് ബാലൻസ് കൊടുക്കണ്ടേ? ഡെബിറ്റ് ബാലൻസ് അല്ലേ, അതുകൊണ്ട് ഡെബിറ്റ് അല്ലേ. നമ്മൾ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് അല്ലേ ചെയ്യണ്ടേ, അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ്. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കൊടുത്തു. ഈ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള സാധനത്തിനെ നമ്മൾ റിവേഴ്സ് ചെയ്തു, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള സാധനത്തിന് എഫക്റ്റ് കൊടുത്തു. അതാണ് റെക്ടിഫിക്കേഷൻ എൻട്രി, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി അടുത്ത ഒരു എറർ ആണ് വരുന്നത്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പോൾ അടുത്തതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്തുണ്ടാവും? നമ്മൾ ട്രയൽ ബാലൻസ് നമുക്ക് നോക്കുമ്പോൾ രണ്ട് സൈഡ് ഓക്കെ ആവും. ഓക്കെ, നമ്മൾ ഒരു എററിന് പകരം വേറൊരു എറർ കൊടുക്കുക, അങ്ങനെയാണ് ഈ കോമ്പൻസേറ്റിംഗ് എറേഴ്സിന്റെ ഒരു ഡെഫിനേഷൻ വരുന്നത്. ഇവിടെ നോക്കിയേ, നമുക്ക് ഒരു എക്സാമ്പിൾ പോലെ എന്താ കാണിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സോ കോമ്പൻസേറ്റിംഗ് എറേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ എഴുതി വെച്ചിൽ ഇച്ചിരി തെറ്റ് വന്നിട്ടുണ്ട്, ഞാൻ പറയുമ്പോൾ ശരിയാക്കി തരാം. ഞാൻ ഇതിന്റെ നോട്ട് ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് തരാം. ഓക്കെ, അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഗുഡ്സ് വാങ്ങിച്ചു. ഒരു ചോദ്യത്തിൽ തന്നെ ഈ രണ്ട് കേസും വരുന്നതെന്ന് വിചാരിക്കണം കേട്ടോ. അതായത് ഗുഡ്സ് വാങ്ങിച്ചു, 5000 രൂപയുടെ ഗുഡ്സ് ആണ് വാങ്ങിച്ചത്. അത് ഞാൻ തെറ്റിയിട്ട് റെക്കോർഡ് ചെയ്തത്, ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തത് 6000 എന്ന് പറഞ്ഞിട്ടാണ്. എക്സ്ട്രാ 1000 രൂപ അറിയാതെ കാണിച്ചു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഒരു 1000 രൂപ കൂടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് അതേ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് എന്ന് പറയുന്നത് 1000 രൂപയ്ക്കാണ് ഗുഡ്സ് സെയിൽ നടത്തിയിട്ടുള്ളത്, 1000 രൂപയ്ക്കാണെന്ന് വിചാരിക്കാം. പക്ഷേ ഞാൻ അത് റെക്കോർഡ് ചെയ്തത് 2000 എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഡെബിറ്റിൽ ഞാൻ അധികം 1000 കാണിച്ചു, ക്രെഡിറ്റിൽ ഞാൻ അധികം 1000 കാണിച്ചു അല്ലേ. അതായത് പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കുമല്ലോ, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 1000 രൂപ എക്സ്ട്രാ പർച്ചേസിന് അവിടെ തെറ്റായിട്ട് കാണിച്ചു, 1000 രൂപ സെയിൽസ് എക്സ്ട്രാ നമ്മൾ തെറ്റായിട്ട് ക്രെഡിറ്റിലും കാണിച്ചു. അപ്പൊ എന്തുണ്ടാകും? ഡെബിറ്റിലും 1000 കൂടുതൽ, ക്രെഡിറ്റിലും 1000 കൂടുതൽ. ഇത് രണ്ട് ഓഫ്സെറ്റ് ആയി പോവില്ലേ? അപ്പൊ ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് തെറ്റുണ്ട്. ഈ ഇപ്പൊ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഡെബിറ്റിൽ 1000 എക്സ്ട്രാ വന്നതും ക്രെഡിറ്റിൽ 1000 എക്സ്ട്രാ വന്നതും സെറ്റ് ഓഫ് ആയി പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെബിറ്റ് എഫക്റ്റ്, ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്നത് ഓപ്പോസിറ്റുകൾ പോലെയാ. ഡെബിറ്റിന് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. ഓക്കെ, രണ്ട് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം, രണ്ട് എഫക്റ്റുകൾ ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും മൈനസ് ചെയ്തിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു അതിന് ക്രെഡിറ്റ് എഫക്റ്റാ. ക്രെഡിറ്റ് സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും മൈനസ് ചെയ്ത് എഴുതി വെച്ചാൽ അതിന് എന്ത് എഫക്റ്റാ? ഡെബിറ്റ് എഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടും എന്താ? ഇനിയിപ്പോ ഇവിടെ ഒരു പോസിറ്റീവ് എമൗണ്ട് എഴുതി, ഇവിടെ ഒരു പോസിറ്റീവ് എമൗണ്ട് എഴുതി, ഇത് രണ്ടും മൈനസ് ചെയ്ത് പോവും, സബ്ട്രാക്ട് ചെയ്ത് പോവും. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇപ്പൊ രണ്ട് കേസിൽ എന്തുണ്ടായി? നമ്മൾ എക്സ്ട്രാ തെറ്റിയിട്ട് പർച്ചേസ് എക്സ്ട്രാ കാണിച്ചു, സെയിൽസ് എക്സ്ട്രാ കാണിച്ചു. പക്ഷെ ആ എക്സ്ട്രാ വന്നത് എന്തുണ്ടായി? പരസ്പരം സെറ്റ് ഓഫ് ആയി പോയി. അതിനെയാണ് ഈ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഒരു എററിന് പകരം നമ്മൾ മറ്റൊരു എററും കൂടി ഉണ്ടാക്കിയപ്പോൾ ആ രണ്ട് എററും കൂടി ഒരുമിച്ചപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസ് ശരിയായി. പക്ഷെ അതും എന്താണ്? തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോണത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. 3 തരത്തിലുണ്ട് ഇനി. അതായത് നമുക്ക് ഈ എററുകൾ സംഭവിക്കുന്നത് ട്രയൽ ബാലൻസിന് മുന്നാണെങ്കിൽ ഒരു സെക്ഷൻ, ട്രയൽ ബാലൻസിന് ശേഷമാണെങ്കിൽ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് വരുന്നതെങ്കിൽ അത് വേറെ സെക്ഷൻ. 3 സെക്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇതിൽ ഏത് സെക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ഹെഡിങ്ങിലായിരിക്കും ഇതിനെ പറ്റിയൊരു ചെറിയൊരു മെൻഷനിങ് ഉണ്ടാവുക. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസ് നമുക്ക് ട്രയൽ ബാലൻസ് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും റെക്ടിഫിക്കേഷൻ എൻട്രീസ് നമുക്ക് തരാൻ പറയാ, അല്ലെങ്കിൽ ചെയ്യാൻ പറയാ. ബട്ട് ചില ക്വസ്റ്റ്യൻസിൽ ഇതും കണ്ടിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും MTPയിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഒക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇഫ് എറേഴ്സ് ആർ ഡിറ്റക്റ്റഡ് ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ദി എഫക്ട് ഓഫ് ഈച്ച് എറർ ഷുഡ് ബി നോൺ. അതായത് ട്രയൽ ബാലൻസിന്റെ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന എറർ ഡിറ്റക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു എഫക്ട്, എറർ കൊടുത്തിട്ടുള്ള എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഏത് എഫക്റ്റ് ആണ് എറർ ആയിട്ട് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എറർസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് എററുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഡബിൾ സൈഡഡ് എറർ ഉണ്ട്, സിംഗിൾ സൈഡഡ് എറർ ഉണ്ട്. അപ്പോൾ ഇതിൽ സിംഗിൾ സൈഡഡ് എറർ എന്ന് പറഞ്ഞാൽ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല,
അഗ്രി ചെയ്യില്ല. ഡബിൾ സൈഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യും. ഓക്കെ, അതാണ് ഡബിൾ സൈഡ് എറർ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ഇവിടെ നമ്മൾ കൂടുതൽ ആദ്യം നോക്കാൻ പോകുന്നത് ഡബിൾ സൈഡഡ് എററിന്റെ കേസാണ്. അപ്പോൾ ദി ഫോളോയിങ് പ്രിൻസിപ്പൽ ഷുഡ് ബി ഫോളോഡ് ഫോർ ദി പർപ്പസ്. അപ്പോൾ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ ഡബിൾ സൈഡഡ് എറർ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കറക്റ്റ് എൻട്രി? നമ്മൾ എറർ ഓഫ് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണെന്ന് തോന്നുന്നു, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. ആദ്യം നമ്മൾ കറക്റ്റ് എൻട്രി എന്താണെന്ന് നോക്കി, അതിനുശേഷം തെറ്റായിട്ടുള്ള എൻട്രി എന്താണ് അവർ ഇട്ടിട്ടുള്ളത് നോക്കി, മൂന്നാമത് നമ്മൾ റെക്ടിഫൈങ് എൻട്രി കൊടുത്തു. അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള ആ ഒരു എഫക്റ്റിനെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് കറക്റ്റ് എഫക്റ്റ് കൊടുത്ത് ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടാവും വിചാരിക്കണം. ഇവിടെ നോക്കുക, പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫോർ ₹3 lakh റോങ്ലി പാസ് ത്രൂ പർച്ചേസ് അക്കൗണ്ട്. ഇതേ എക്സാമ്പിൾ തന്നെയാണെന്ന് നമ്മൾ എടുത്തായിരുന്നു തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, അപ്പോൾ അസറ്റ് കൂടിയാൽ അത് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ പാസ് ചെയ്തത് പർച്ചേസ് അക്കൗണ്ടിലാണ് അല്ലെ. അപ്പോൾ അവർ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. റോങ് എൻട്രി എന്ന് പറയുന്നതാണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇതാണ്. ഈ രണ്ടെണ്ണത്തിലും കറക്റ്റ് ആയിട്ട് എഫക്റ്റ് പോയിട്ടൊരു സാധനം കറക്റ്റ് എഫക്റ്റ് പോയിട്ടുണ്ട്. രണ്ടെണ്ണത്തിലും ഒരു സംഭവം കറക്റ്റ് എഫക്റ്റ് പോയിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഇനി എഫക്റ്റ് ഇടേണ്ട കാര്യമില്ല. അതിന് കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് തന്നെയാണ്. അവർ തെറ്റായിട്ട് ആണെങ്കിലും ഈ ഒരു സെക്ഷനിൽ ഒരു റോങ് എൻട്രിയിലും ഇവർ ഈ ക്യാഷ് അക്കൗണ്ടിന് കറക്റ്റ് എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ക്യാഷ് ഇനി നമ്മൾ എഫക്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. എന്തിനാണ് നമ്മൾ എഫക്റ്റ് കൊടുക്കുന്നത്? ബിൽഡിങ്ങിന് എഫക്റ്റ് കൊടുക്കണം. അതുപോലെ തെറ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള പർച്ചേസിന് നമ്മൾ റിവേഴ്സ് ചെയ്യണം. അപ്പോൾ റിവേഴ്സ് ഡെബിറ്റ് ആയിട്ടുള്ള സാധനം നമ്മൾ റിവേഴ്സ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ടു പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. അതുപോലെ നമ്മൾ ബിൽഡിങ്ങിന് എഫക്റ്റ് കൊടുക്കണം, അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ബിൽഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്തിട്ട് കാണിച്ചു. ഓക്കെ, ഇതാണ് ഡബിൾ സൈഡ് എററിന് അവൻ ഒരു എക്സാമ്പിൾ പറയുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് എറർ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് വരുമ്പോൾ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടാവണം എന്നാണ് പറയുന്നത്. അടുത്തത് സിംഗിൾ സൈഡഡ് എറർ. Under the circumstances, no separate entry is required, but the affected account should be rectified by appropriate posting. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിന് മുന്നോടിയായിട്ടാണ് സിംഗിൾ സൈഡഡ് എറർ വരുന്നതെങ്കിൽ ഇത് ഇവിടെ വ്യത്യാസം വരും കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെയാണ് മിക്ക കേസിലും വ്യത്യാസം വരുന്നത്. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് സിംഗിൾ സൈഡഡ് എറർ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് വരികയാണെങ്കിൽ അവരെന്താ പറഞ്ഞിട്ടുള്ളത്? നോ സെപ്പറേറ്റ് എൻട്രി ഈസ് റിക്വയർഡ്. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിലെ സിംഗിൾ സൈഡഡ് എറർ വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് എൻട്രി ഒന്നും ഇതുപോലെ ഇടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏത് അക്കൗണ്ടിനെയാണോ ഈ പറയുന്ന തെറ്റ് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ലെഡ്ജറിലായിരിക്കും നമുക്ക് പ്രധാനമായിട്ടും വന്നിട്ടുണ്ടായിരിക്കുക അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ സബ്സിഡറിയിൽ തന്നെ ചിലപ്പോൾ സബ്സിഡറി ബുക്സിൽ റെക്കോർഡ് ചെയ്തപ്പോൾ തന്നെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അതാണ് ട്രയൽ ബാലൻസിന് മുന്നിൽ വരാനുള്ള ചാൻസസ്, എറേഴ്സ് വരാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സെപ്പറേറ്റ് എൻട്രി ഒന്നും ഇടേണ്ട കാര്യമില്ല. ഏത് അക്കൗണ്ടിലാണോ എറർ ഉണ്ടായിട്ടുള്ളത് ആ അക്കൗണ്ടിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പോസ്റ്റിംഗ് നടത്തിയാൽ മതി എന്നാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പർച്ചേസ് അക്കൗണ്ട് വാസ് ഓവർകാസ്റ്റ് ബൈ ₹10,000. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സൈഡിനെ പറ്റി മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ നോക്കിയേ, ഇപ്പോൾ ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാവും. രണ്ട് കാര്യങ്ങൾ നമ്മൾ അതായത് ഒരു കാര്യത്തിൽ ഒരു സെന്റൻസിന് രണ്ടായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇവിടെ പർച്ചേസ്ഡ് ബിൽഡിങ്ങിന് പർച്ചേസ് ചെയ്ത് അതൊരു സെക്ഷൻ, പക്ഷെ അത് പാസ് ചെയ്തത് പർച്ചേസ് അക്കൗണ്ടിലായിരുന്നു. അങ്ങനെ രണ്ട് സെക്ഷനുകൾ, രണ്ട് പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ സൈഡ് എററിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് തരംതിരിക്കാം. എന്നാൽ സിംഗിൾ സൈഡിനാണെങ്കിൽ നമുക്ക് ഒറ്റ രീതിയിൽ മാത്രം ഒരൊറ്റ പാർട്ട് മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യനിൽ. ഇവിടെ നോക്കുക, പർച്ചേസ് അക്കൗണ്ട് വാസ് ഓവർകാസ്റ്റ് ബൈ ₹10,000. നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ഇത് നോക്കിയപ്പോൾ അധികം 10,000 എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടലിൽ അധികം എഴുതി വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് പോവുക. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് വരുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓവർകാസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഓവർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും പർച്ചേസ് അക്കൗണ്ടിൽ. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ഓവർകാസ്റ്റ് ആയ സാധനത്തിൽ റിവേഴ്സ് ചെയ്യണമെങ്കിൽ 10,000 രൂപ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് പർച്ചേസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് ഇത് കണ്ടില്ലേ, ബൈ എറർ റോങ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ആ 10,000 നമ്മളിവിടെ ശരിയാക്കി. അപ്പോൾ ഈ സിംഗിൾ സൈഡഡ് എറർ, അതായത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് സിംഗിൾ സൈഡഡ് എറർ വരികയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ പോയിട്ട് വേണം നമ്മൾ കറക്റ്റ് എൻട്രി ചെയ്യാനായിട്ട്. നമ്മൾ സെപ്പറേറ്റ് എൻട്രി ഒന്നും ഇടണ്ട, ജേർണൽ എൻട്രീസ് ഒന്നും ഇടണ്ട, നമ്മളെ അക്കൗണ്ടിൽ പോയിട്ട് ശരിയാക്കി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതുപോലെ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഷുഡ് ബി ക്രെഡിറ്റഡ് ബൈ ₹10,000. അതാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ട റെക്ടിഫിക്കേഷൻ. ഇതാണ് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ വരുന്ന കാര്യങ്ങൾ. ഫൈൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഉണ്ട്. അതായത്
preparations of trial balance, the following procedures should be followed. അതായത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എററുകൾ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ കാണുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത്. നമുക്ക് നോക്കാം. ഡബിൾ സൈഡ് എറർ ഉണ്ടാവും, സിംഗിൾ സൈഡ് എറർ ഉണ്ടാവും. ഇവിടെ ഉണ്ട് രണ്ടെണ്ണം, ഡബിൾ ഉണ്ട്, സിംഗിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഡബിളും സിംഗിളും എന്നായിട്ട് പറയുന്നത്. അപ്പൊ ഡബിൾ ഉണ്ട് ഇവിടെ, സിംഗിൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഡബിൾ ആണെങ്കിൽ നമ്മൾ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിന് അതേ കാര്യങ്ങൾ തന്നെയാണ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ വരുന്നത്. അതുകൊണ്ട് ഡബിൾ സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടില്ല, എന്നാൽ സിംഗിൾ സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ സിംഗിൾ സൈഡ് എറർ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് വരാണെങ്കിൽ ആ സമയങ്ങളിൽ സിംഗിൾ സൈഡ് എററുകളൊക്കെ വരാണെങ്കിൽ, സിംഗിൾ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം. സസ്പെൻസ് അക്കൗണ്ട് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? എന്താണ് സസ്പെൻസ് അക്കൗണ്ട്? നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് സസ്പെൻസ് അക്കൗണ്ട്? നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്ത് ടെമ്പററി ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. നമ്മുടെ ഡിഫറൻസുകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ടെമ്പററി അക്കൗണ്ട് ആണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും സിംഗിൾ സൈഡഡ് എററുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആ ട്രയൽ ബാലൻസിന്റെ കാര്യം തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ടോട്ടൽ ചെയ്തു, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്തു, രണ്ടിനും ടോട്ടൽ മാച്ച് ആവുന്നില്ല. നമ്മൾ ആ ഡിഫറൻസ് എന്ത് ചെയ്തു? ഇപ്പോൾ ലെറ്റ്സ് സേ ക്രെഡിറ്റ് ആണ് ഡെബിറ്റിനേക്കാൾ കൂടുതൽ നിൽക്കുന്നത്. ആ വ്യത്യാസം നമ്മളെടുത്ത് ഡെബിറ്റിന്റെ അവിടെ പോയിട്ട് സസ്പെൻസ് അക്കൗണ്ട് എന്നിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് എടുത്ത് എഴുതി, അതിനെ അവിടെ ചെയ്ത്. അപ്പൊ അതൊരു സിംഗിൾ സൈഡ് എറർ ആണ്. അതുകൊണ്ടാണ് അതില് ലൈക്ക് രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്തില്ല. സിംഗിൾ സൈഡ് എറർ ഞാൻ പറഞ്ഞായിരുന്നു ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്തു, അവിടെ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ആണ് യൂസ് ചെയ്തത്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു നോക്കി നോക്കാം കേട്ടോ. If the trial balance does not agree, we cannot prepare final accounts. അതായത് ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാം വൃത്തിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട് കിട്ടുള്ളൂ. In order to prepare final account, the difference so appeared in trial balance is to be passed through suspense account. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ആ ട്രയൽ ബാലൻസിൽ വന്നിട്ടുള്ള വ്യത്യാസം എവിടേക്ക് കൊണ്ടുവിടണം? സസ്പെൻസ് അക്കൗണ്ടിൽ കൊണ്ടുവിടണം. നമ്മൾ പഠിച്ചായിരുന്നു അത്. When the errors will be located and rectified, suspense account will automatically be nil or close. അപ്പോൾ നമ്മൾ ഈ എററുകളൊക്കെ നമ്മൾ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു നമ്മുടെ ഒരു അക്കൗണ്ടിന്റെ എന്തൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താണ് ഈ എറർ വരാനുള്ള കാരണം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് ഈ സസ്പെൻസ് അക്കൗണ്ടിനെ നില്ലൊക്കെ ആക്കും. ഓക്കെ, ദ സസ്പെൻസ് അക്കൗണ്ട് വിൽ അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പം ആ സസ്പെൻസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അപ്പിയർ ചെയ്യും. when it appears in the debit side of trial balance, the same will appear in the asset side of the balance. അപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിൽ ഇപ്പോൾ വന്നൂല്ലോ സസ്പെൻസ് അക്കൗണ്ട്, നമുക്ക് ചില സമയത്ത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മുടെ ഈ സസ്പെൻസ് അക്കൗണ്ട് വരുന്നതെങ്കിൽ, ട്രയൽ ബാലൻസിൽ വരുന്നതെങ്കിൽ നമ്മുടെ ആ സസ്പെൻസ് അക്കൗണ്ട് കാണുക എവിടെയായിരിക്കും? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലായിരിക്കും നമ്മൾ കാണിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലായിരിക്കും കാണിക്കുക. അത്രേ ഉള്ളൂ. ഒരു ജസ്റ്റ് അതിനെ പറ്റി പറയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സെയിൽസ് ഡേ ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ ₹1000. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും അവർ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ കണ്ടെത്തിയതെന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കാം, സെയിൽസ് ഡേ ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ ₹1000. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ സൈഡ് എറേഴ്സ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് വരാണെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം. അപ്പൊ സെയിൽസ് ഡേ ബുക്ക് ഓവർ ആയിട്ട് 1000 ആയി എന്ന് പറഞ്ഞിട്ടുള്ളത്. സെയിൽസിന്റെ ബാലൻസ് എന്താ? ക്രെഡിറ്റ് ബാലൻസ് ആണ് സെയിൽസിന്റെ ബാലൻസ്. അപ്പോൾ ആ ഒരു 1000 രൂപ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിൽസിനെ ഡെബിറ്റ് ചെയ്യണം. സോ സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് 1000. പിന്നെ ടു സസ്പെൻസ് അക്കൗണ്ട് ആ ഒരു എറർ വന്നിട്ടുള്ളത്, ഓവർകാസ്റ്റിന് എറർ വന്നിട്ടുള്ളത് എവിടെയാണ്? ആ ഒരു എറർ നമ്മൾ ഇവിടെ കൊണ്ടുവിടുന്നത് 1000 സസ്പെൻസ് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ഇട്ടു. ഓക്കെ, അപ്പൊ അതാണ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ. അടുത്ത ഒരു സിനാരിയോ എന്ന് പറയുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എററുകൾ വരുന്നതെങ്കിൽ ഇവിടെ വേറെയാണ് വരുന്നത്. നോക്കിക്കോ, ഇഫ് ദ എറേഴ്സ് ആർ ഡിറ്റക്റ്റഡ് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ദ ഫോളോയിങ് സ്റ്റെപ്സ് ഷുഡ് ബി കെയർഫുള്ളി ഫോളോഡ്. അപ്പോൾ താഴെ കാണുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഡബിൾ സൈഡഡ് എററുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഓർ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഒക്കെ സെയിം ആണല്ലോ. ഡബിൾ സൈഡ് എറർ ആണ് വരുന്നതെങ്കിൽ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസും സെയിം ആണ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് TBയും സെയിം ആണ്. അവർ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഇവിടെ അത് തന്നെയാണ്. ഫൈനൽ അക്കൗണ്ട്സിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു ഡബിൾ സൈഡ് എറർ ആണെങ്കിൽ സെയിം സംഭവം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
പക്ഷേ ഓൾ ദി നോമിനൽ അക്കൗണ്ട്സ് ആർ ടു ബി റീപ്ലേസ്ഡ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ നോമിനൽ അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, ഈ നോമിനൽ അക്കൗണ്ടിന്റെ അതേ അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഓൾറെഡി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ എററിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി ഇടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നോമിനൽ അക്കൗണ്ട് ഒക്കെ കാണുന്ന സ്ഥലം ഏതാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പൊ മിക്ക നമ്മൾ കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ്. അപ്പൊ നമ്മൾ ആ നോമിനൽ അക്കൗണ്ട് തന്നെ എടുത്ത് എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ഒരു എക്സാമ്പിൾ കടന്നു നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ദ റെസ്റ്റ് വൺ വിൽ ബി സെയിം ആസ് എ ഓർ ബി സ്റ്റേറ്റഡ് ഏർലിയർ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പറഞ്ഞ പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ട്സ് വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ നോമിനൽ അക്കൗണ്ടിന് പകരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പം പറയുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, പറഞ്ഞു തരാം. നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അടുത്തത് സസ്പെൻസ് അക്കൗണ്ട് വിൽ ബി ക്യാരിഡ് ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തേക്ക് സസ്പെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്യും. ആൻഡ് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ ടു ബി ക്യാരിഡ് ഫോർവേഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. റിയലും പേഴ്സണൽ അക്കൗണ്ട്സും നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. എക്സാമ്പിൾ, പർച്ചേസ് എ പ്ലാൻ റോങ്ലി ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ഫോർ ₹10,000. അപ്പോൾ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്ട. അതായത് നമ്മൾ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു, അത് നമ്മൾ തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തത് എവിടെയാണ്? പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോയി. നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, എമൗണ്ടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പ്ലാന്റ് പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തെറ്റി കൊടുത്തത് പർച്ചേസ് അക്കൗണ്ടിലേക്കാണ്. ഫൈൻ. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസും പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ തെറ്റ് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ റിവേഴ്സ് ചെയ്യും. തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഈ പർച്ചേസിന് റിവേഴ്സ് ചെയ്യുന്നു. അതെല്ലാത്തിലും സെയിം ആണ്. ഡബിൾ സൈഡഡ് എറർ നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് കേസുകളും സെയിം ആണെന്ന് പറഞ്ഞായിരുന്നു. ഫൈനൽ അക്കൗണ്ടിൽ സെയിം ആണ്. ആ വ്യത്യാസമാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. നോക്കിക്കോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ടിന് റിവേഴ്സ് ചെയ്തു. ഡെബിറ്റ് ബാലൻസ് ആണ് പർച്ചേസിന്. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ഇത് കൊടുത്തപ്പോൾ എന്നെ റിവേഴ്സ് ചെയ്തു. പ്ലാന്റിന് നമ്മൾ എഫക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ പ്ലാന്റിന് കറക്റ്റായിട്ട് എഫക്ട് കൊടുത്തു. ക്യാഷിന് ഓൾറെഡി കറക്റ്റ് എഫക്ട് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് നമ്മളോട് കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഈ എൻട്രി നമ്മൾ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ് ഈ ഒരു തെറ്റ് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ് തെറ്റ് വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ സാധനം ആയിരിക്കും രണ്ട് കേസിലും എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. പക്ഷേ ഇഫ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തെറ്റ് വന്നിരുന്നെങ്കിലോ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യണമെന്ന് നോക്കിക്കേ. ഈ പർച്ചേസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിലല്ല നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇഫ് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു തെറ്റ് വന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പ്ലാന്റ് അക്കൗണ്ട് ഓക്കെ, ഈ പർച്ചേസ് അക്കൗണ്ടിന് പകരം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് യൂസ് ചെയ്യണം. നോമിനൽ അക്കൗണ്ടിന് പകരം അതേ സംഭവം അതേ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന തെറ്റ് എന്ന് പറയുന്നത് സിംഗിൾ സൈഡഡ് എറർ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡബിൾ സൈഡഡ് എറർ പറഞ്ഞു, ഇനി സിംഗിൾ സൈഡഡ് എറർ ആണ് വരുന്നതെങ്കിൽ നമുക്ക് നോക്കാം. സെയിം പ്രിൻസിപ്പൽ is to be followed like B after preparation of trial balance and all the nominal account are to be replaced by profit and loss adjustment account. നമ്മൾ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ സിംഗിൾ സൈഡഡ് എറർ നമ്മൾ പറഞ്ഞായിരുന്നു സസ്പെൻസ് അക്കൗണ്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. ഓക്കെ, പക്ഷേ ഇവിടെ അത് അങ്ങനെ തന്നെയാണ്, സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മളോട് പാസ് ചെയ്യുന്നതൊക്കെ സിംഗിൾ സൈഡഡ് എറർ. പക്ഷേ ഇവിടെ എന്താണ്? നോമിനൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ഡിസ്കൗണ്ട് അലൗഡ് വാസ് നോട്ട് പോസ്റ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ഫോർ ₹500. അതായത് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, 500 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. 500 രൂപയുടെ ആ ഒരു സംഭവം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ള കാര്യം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് സിംഗിൾ സൈഡ് ആയിട്ടുള്ള എററാണ്, നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ബാലൻസ് ആണ് വരിക അല്ലേ. സോ ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചു തരാൻ. ഇത് ആഫ്റ്റർ ഫൈനൽ അക്കൗണ്ട് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ കാണിക്കാം. അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാനായിട്ട്. ആ നോമിനൽ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെക്ഷനിലും നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. അതായത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് TB, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഇത് 3ഉം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നമ്മുടെ സ്റ്റഡി മാറ്റിൽ ഇല്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നോക്കാം.
Rectify the following errors assuming that the errors were detected before the preparation of trial balance, after the preparation of trial balance and after the preparation of final account. 3 സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പർച്ചേസ് പ്ലാൻ ഫോർ ₹10,000 wrongly passed through പർച്ചേസ് അക്കൗണ്ട്. അതായത് ഞാൻ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്തു, അസറ്റാണ്, 10,000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. പക്ഷേ അത് റോങ്ലി അത് എന്തിലേക്ക് പോയി, പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് പോയത്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മിക്ക എക്സാമ്പിളും ഈ സാധനമായിരുന്നു. അതായത് പ്ലാന്റ് പർച്ചേസ് ചെയ്തു, അസറ്റ് കൂടും, അപ്പോൾ നമ്മൾ ഡെബിറ്റ് എഫക്റ്റ് കൊടുക്കേണ്ടിയിരുന്നു. പക്ഷേ അസറ്റിന് ഡെബിറ്റ് എഫക്റ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് എഫക്റ്റ് കൊടുത്തത്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് എഫക്റ്റ് കൊടുക്കുക ഗുഡ്സ് വാങ്ങിച്ചാലാണ്, അല്ലെ? ഇത് ഗുഡ്സ് അല്ല, നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാന്റ്, അല്ലെ? അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിന് ഇപ്പോൾ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനം ഇത് എന്താണ്, ഡബിൾ സൈഡഡ് എറർ ആണ്, അല്ലെ? രണ്ട് സൈഡിലും വരുന്ന ഒരു എറർ ആണ്. അതുകൊണ്ട് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസും ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ നോമിനൽ അക്കൗണ്ട് ആയിട്ടുള്ള പർച്ചേസ് അക്കൗണ്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നായിരിക്കും. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇവിടെ നോക്കാം, ഇതാണ് ആൻസർ വരുന്നത്. പ്ലാന്റ് അക്കൗണ്ട്, അല്ലെ? പ്ലാന്റ് അക്കൗണ്ടിന് നമ്മൾ എഫക്റ്റ് കൊടുത്തു, ഇതിന് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്ലാന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ആണ്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പ്ലാന്റ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 ടു പർച്ചേസ് അക്കൗണ്ട്. തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന എൻട്രി ആണ് എന്ത്, പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് എന്ന്. ക്യാഷിന് കറക്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ക്യാഷിന് നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡെബിറ്റ് ചെയ്തിട്ടുള്ള തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുള്ള സാധനത്തിന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ, ക്രെഡിറ്റ് ചെയ്യണം. സോ ടു പർച്ചേസ് അക്കൗണ്ട് 10,000. ഇതേ സെയിം സംഭവം തന്നെയാണ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസും വരിക. ഓക്കെ, ഇനി ഇതേ സാധനം ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ആയിരുന്നെങ്കിൽ എന്ത് വരും, ഈ പർച്ചേസ് അക്കൗണ്ടിന് പകരം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് വ്യത്യാസം വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ചോദ്യം നോക്കാം. സെയിൽസ് ഡേ ബുക്ക് വാസ് കാസ്റ്റ് ഷോർട്ട് ബൈ ₹1000. അപ്പൊ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇതെന്താണ്, സിംഗിൾ സൈഡഡ് എറർ ആണ്. സിംഗിൾ സൈഡഡ് എറർ ആണ്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് നമ്മൾ ടോട്ടലി നോക്കിയപ്പോൾ 1000 രൂപ കുറവായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആയിരുന്നുവെങ്കിൽ നമ്മൾ എന്താ ചെയ്തേനെ, ആ അക്കൗണ്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ആ സെയിൽസ് അക്കൗണ്ടിലേക്ക് പോകണം, അല്ലെ? സെയിൽസ് അക്കൗണ്ടിൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോ ഇവിടെ നോക്കുക, നമ്മളപ്പോ അതിന് എഫക്റ്റ് കൊടുക്കണം. കുറഞ്ഞു പോയി, ടോട്ടൽ ചെയ്തത് കുറഞ്ഞു പോയി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സെയിലിന് കറക്റ്റ് എഫക്റ്റ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കുറഞ്ഞു പോയതാണല്ലോ, കൂടി പോയതല്ല, കുറഞ്ഞു പോയതാണ്. അപ്പോൾ സെയിൽസിന്റെ ബാലൻസ് എന്താണ്, ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ അതിന് ഈ 1000 രൂപ നമ്മൾ കൂട്ടി കൊടുക്കണം, അല്ലെ? 1000 രൂപ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസ് അക്കൗണ്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് TB ആണെങ്കിൽ നമ്മൾ സെയിൽസ് അക്കൗണ്ട് പോയിട്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ട, സെയിൽസ് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്ത് ₹1000. ഫൈൻ. ശരിക്കും നമ്മൾ സെയിൽസ് അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ കാണിക്കണം. അപ്പൊ ഈ ഒരു ചോദ്യം ഇങ്ങനെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിനെ 1000 രൂപ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ 1000 രൂപ കൂടി, 1000 രൂപ കുറഞ്ഞു എന്നല്ല പറഞ്ഞു. അപ്പൊ 1000 രൂപ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. അടുത്തത് സോറി, ഇതേ സംഭവം തന്നെ ഇനി സിംഗിൾ സൈഡ് എറർ ആയിട്ടുള്ള ഈ സംഭവം ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, എന്ത് യൂസ് ചെയ്യണമായിരുന്നു, സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യണം. അപ്പോൾ സെയിൽസ് ഇവിടെ കുറഞ്ഞു പോയിക്കാണ്, അപ്പൊ അതിന് കൂട്ടണം. അപ്പൊ സെയിൽസിന്റെ ബാലൻസ് എന്താ, ക്രെഡിറ്റ് ബാലൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡെബിറ്റിൽ എന്ത് ചെയ്യും, സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യും. സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് 1000. ഓക്കെ, ഇനി ഇതേ സാധനം സെയിം സംഭവം തന്നെയാണ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത്. പക്ഷെ എന്ത് യൂസ് ചെയ്യും, ഈ സെയിൽസിന് പകരം നമ്മൾ യൂസ് ചെയ്യുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നാണ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ എന്ന് വിചാരിക്കണം കേട്ടോ ഞങ്ങൾക്ക്. അടുത്ത ചോദ്യം നോക്കാം. ക്യാഷ് പെയ്ഡ് ടു മിസ്റ്റർ എക്സ് ഫോർ ₹1000 വാസ് പോസ്റ്റഡ് ടു ഹിസ് അക്കൗണ്ട് ആസ് ₹100. എന്താ പറയുന്നത്, അതായത് മിസ്റ്റർ എക്സിന് നമ്മൾ കാശ് കൊടുത്തു, 1000 രൂപയാണ് കൊടുത്തത്. പക്ഷെ അത് നമ്മൾ മിസ്റ്റർ എക്സിന്റെ അക്കൗണ്ടിലേക്ക് എത്രയെന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത്, ₹100 എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്തത്. ഇതപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് സിംഗിൾ ആണോ അത് ഡബിൾ ആണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് എങ്ങനെയാണ് ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്, ഇത് സിംഗിൾ ആണോ ഡബിൾ ആണെന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിലായിരിക്കും പലർക്കും ഡൗട്ട് വരിക. സിംഗിൾ ആണോ ഡബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എൻട്രികളും മറ്റും ഇടാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തിന്റെ ബേസിസിൽ ഇത് സിംഗിൾ ആണോ ഡബിൾ ആണെന്ന് ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ബാലൻസിന് ആലോചിച്ചാൽ മതി. അതായത് ഇതേ സാധനം ട്രയൽ ബാലൻസ് ചെയ്താണെങ്കിൽ ട്രയൽ ബാലൻസിന് അത് എഫക്റ്റ് ചെയ്യുമായിരുന്നോ ഇല്ലയോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ക്യാഷ് പെയ്ഡ്, നമ്മളിപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് TB ആണ്. ട്രയൽ ബാലൻസിന് മുന്നാണ് ഇത് പ്രിപ്പയർ ചെയ്തതെങ്കിൽ മുന്നായിട്ട് തന്നെ നമ്മൾ എറർ കണ്ടെത്തി, എററുകളെ മനസ്സിലാക്കി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ബാലൻസ് മറ്റൊക്കെ ട്രയൽ ബാലൻസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യോ, ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാഷ് പെയ്ഡിന്റെ അവിടെ 1000 എന്നും എക്സ് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് 100 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യില്ല, രണ്ടും കറക്റ്റ് എഫക്റ്റ് വന്നിട്ടില്ല. അതിൽ ഒരു സൈഡാണ് അപ്പൊ തെറ്റ് വന്നത്,
അല്ലെ? അപ്പൊ ഇത് സിംഗിൾ സൈഡഡ് എറർ ആണെന്നാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ പർച്ചേസ് പ്ലാൻ ഫോർ ₹10,000 റോങ്ലി പാസ് ത്രൂ പർച്ചേസ് അക്കൗണ്ട്. ഈ കേസിലാണെങ്കിൽ ഇത് ഡബിൾ ആണെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇത് നമ്മൾ ട്രയൽ ബാലൻസിൽ വന്നാലും ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്താലും നമുക്ക് പെട്ടെന്നൊന്നും ഈ മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റില്ല. അതായത് പ്ലാനിന് പകരം നമ്മൾ പർച്ചേസിന് എഴുതിയിട്ടെന്ന് മാത്രം, അല്ല അങ്ങനെ വരുള്ളൂ. അപ്പൊ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ്, കാരണം വെച്ചാൽ പർച്ചേസിനും പ്ലാനിനും ഒരേ ബാലൻസ് അല്ലേ, അപ്പൊ ഒരേ സെയിം ബാലൻസ്, ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ പ്ലാനിന് ഉള്ള സാധനങ്ങൾ തെറ്റിയിട്ട് പർച്ചേസിന് എഴുതി മാത്രം എമൗണ്ടിൽ ഒരു കുഴപ്പവും വരുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡബിൾ സൈഡ് എററായി. പക്ഷെ ഇതെന്ന് പറഞ്ഞൊരു എമൗണ്ടിന് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? ഇത് ക്യാഷ് പേരിൽ അവിടെ കറക്റ്റ് 1000 എന്നും ഈ പറഞ്ഞ എക്സിന്റെ അക്കൗണ്ടിൽ 100 എന്ന് കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായി, അത് നമ്മൾ ട്രയൽ ബാലൻസിൽ കൊണ്ടുപോകുമ്പോൾ അത് മാച്ച് ആവില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് സിംഗിൾ സൈഡഡ് ആണ്. ഫൈൻ. അപ്പൊ ഇതിന് നമ്മൾ സിംഗിൾ സൈഡ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് TB ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ വന്നേനെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ സിംഗിൾ സൈഡഡ് ആണ്. ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് TB ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടിലേക്ക് വേണം. അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്ററിന്റെ അക്കൗണ്ട് ആണ്. ക്രെഡിറ്റർ എപ്പോഴാണ് കുറയുക? ഡെബിറ്റ് ചെയ്യുമ്പോൾ. ക്രെഡിറ്റർ എപ്പോഴാണ് കൂടുക? അദ്ദേഹത്തിന് നമ്മൾ കാശ് കൊടുക്കാനുള്ളപ്പോൾ ലൈബിലിറ്റി കൂടുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ലൈബിലിറ്റിയുമാണ്. അപ്പോൾ ലൈബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ലൈബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ മിസ്റ്റർ എക്സിന് കാശ് കൊടുത്തു, അപ്പൊ നമ്മുടെ ലൈബിലിറ്റി കുറഞ്ഞു. ലൈബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ അക്കൗണ്ടില് ഇവിടെ 100 അല്ല കാണിച്ചിട്ടുള്ളൂ, 1000 ആണ് ശരിക്കും വേണ്ടിയിരുന്നത്. 100 കാണിച്ചിട്ടുള്ളൂ, ബാക്കി 900 കാണിക്കുക. ഓക്കെ, ബാക്കി 900 എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. സോ എക്സ് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ് വിത്ത് ₹900. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി, ഇപ്പൊ 1000 ആയി. ഓക്കെ, അടുത്തത് നമ്മളിപ്പോ ബിഫോർ പ്രിപ്പറേഷൻ ഓഫ് TB കണ്ടു. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് TB ആണെങ്കിൽ സിംഗിൾ സൈഡ് എറർ വന്ന് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? സസ്പെൻസ് അക്കൗണ്ട് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റർ ആണെന്ന് പറഞ്ഞു. ക്രെഡിറ്റർ കുറയാണെങ്കിൽ ക്രെഡിറ്ററിന് നമ്മൾ എന്ത് ചെയ്യാൻ? ഡെബിറ്റ് ചെയ്യുക. സോ എക്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ടു സസ്പെൻസ് അക്കൗണ്ട് 900. ഓക്കെ, അടുത്തത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ശരിക്കും ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിന്റെ സെയിം സംഭവം തന്നെയാണ് ഫൈനൽ അക്കൗണ്ട്, ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് വരുന്നത്. പക്ഷെ നോമിനൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അതിന് പകരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് യൂസ് ചെയ്യുക. ഇവിടെ എക്സ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ഇല്ല. ഓക്കെ, അതുകൊണ്ട് എക്സ് അക്കൗണ്ട് ഡെബിറ്റ് അതേ സെയിം സംഭവം തന്നെ. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് TBയുടെ അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരിക. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഇവിടെ വരിക. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് purchase goods from Mr. T for ₹3,500 was entered in the purchase day book as ₹500. അതായത് മിസ്റ്റർ ടിയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, 3,500 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. ഇത് പക്ഷെ നമ്മൾ എൻ്റർ ചെയ്തത് പർച്ചേസ് ഡേ ബുക്കിലാണ്. പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ എൻ്റർ ചെയ്തത് 500 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, എൻ്റർ ചെയ്ത സ്ഥലമൊക്കെ കറക്റ്റ് തന്നെയാണ്, പക്ഷെ എൻട്രി ചെയ്ത എമൗണ്ട് തെറ്റാണ്. 3,500 എന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്, 500 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടീയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അത് ക്രെഡിറ്റിനാണെന്നൊന്നും പറയുന്നില്ല. നമ്മൾ ക്രെഡിറ്റ് ആണെന്നുള്ള ഇതിലാണ് നമ്മൾ എടുക്കുന്നത്, കാരണം കാശ് കൊടുത്തു എന്നുള്ളൊരു മെൻഷനിങ് ഒന്നും വരുന്നില്ല. പോരാത്തതിന് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് അദ്ദേഹത്തിന്റെ പേര് തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ കടത്തിനാണ് വാങ്ങിച്ചത് എന്നുള്ളൊരു അസംഷൻ ആണ് കേട്ടോ. ഫൈൻ. അപ്പൊ 3,500 കാണിക്കേണ്ടടുത്ത് നമ്മൾ 500 കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അപ്പൊ ഇതിന്റെ ആൻസർ കാണുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എന്തുകൊണ്ടാണ്? ഇവിടെ നോക്കിയേ, പർച്ചേസ് ഗുഡ്സ് ഫ്രോം മിസ്റ്റർ ടി for ₹3,500 was entered in the purchase day book ₹500. ഓക്കെ, പർച്ചേസ് ഡേ ബുക്ക് എന്താണ്? അത് ചോദിക്കട്ടെ. പർച്ചേസ് ഡേ ബുക്ക് എന്താണ്? സബ്സിഡറി ബുക്കാണ് അല്ലേ? ഏറ്റവും ഇനീഷ്യൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് പർച്ചേസ് ഡേ ബുക്ക്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു, എന്താണ് നമ്മൾ ഇനീഷ്യൽ ബുക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ബുക്കിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ തെറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ആ തെറ്റ് നമ്മൾ ലെഡ്ജറിലേക്ക് കൊണ്ടുപോകുന്നു, അതേ തെറ്റ് നമ്മൾ TBയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ TB നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് വരും? അഗ്രി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ സബ്സിഡറി ബുക്കിൽ തന്നെ നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റെപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്കിൽ തന്നെ തെറ്റ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യും. അല്ലെ? അപ്പൊ ട്രയൽ ബാലൻസ് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രയൽ ബാലൻസ് നമ്മൾ അഗ്രി ചെയ്യും. അതുകൊണ്ട് നമ്മളിവിടെ ഡബിൾ സൈഡഡ് എറർ പോലെയാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ നോക്കിയേ,
ഈ ക്യാഷ് പേ ടു മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൽ വരുന്നതാണ്. അത് സബ്സിഡറി ബുക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വരുന്നതാണ് ലെഡ്ജർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സിഡറി ബുക്കിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ലെഡ്ജർ അക്കൗണ്ടിൽ തെറ്റിയിട്ട് കാണിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ആ സബ്സിഡറി ബുക്ക് പർച്ചേസ് ഡേ ബുക്കിൽ തന്നെ തെറ്റാണ്. ആ തെറ്റ് തന്നെയായിരിക്കും നമ്മൾ ലെഡ്ജറിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക, അതിനുശേഷം ടി ബിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക. അതുകൊണ്ട് ടി ബി അഗ്രി ചെയ്യും. ടി ബിയിൽ ഇങ്ങനെ തെറ്റ് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ ഡബിൾ സൈഡ് എറർ പോലെ കാണുന്നത്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? സാധാരണ നമ്മൾ പാസ് ചെയ്യുന്ന ഒരു എൻട്രി പോലെ വേണം നമ്മൾ പാസ് ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, റൈറ്റിംഗ് ദ റോങ് എമൗണ്ട് ദ സബ്സിഡറി ബുക്സ് ടി ബി വിൽ അഗ്രി. അപ്പൊ ഇതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാൻ കാരണം, ഏറ്റവും ആദ്യം തന്നെ ഇത് ഡിസ്കസ് ചെയ്ത് പോകാനുള്ള കാരണം അതാണ്. സബ്സിഡറി ബുക്കിൽ റോങ് എമൗണ്ട് ആണ് എഴുതിയെങ്കിൽ നമ്മൾ ടി ബി അഗ്രി ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി, മെജോറിറ്റി കേസിലും ടി ബി അഗ്രി ചെയ്യുന്നതിനെ നമ്മൾ ഡബിൾ സൈഡഡ് എറേഴ്സ് ആയിട്ടും ടി ബി അഗ്രി ചെയ്യാത്തതിനെ നമ്മൾ സിംഗിൾ സൈഡഡ് എറേഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം ടി ബി എപ്പോഴും അഗ്രി ചെയ്യാതിരിക്കുക, ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ എഫക്ട് കൊടുത്തോ മറ്റേ സൈഡിൽ എഫക്ട് കൊടുത്തിട്ടില്ല. അപ്പൊ തെറ്റായിട്ടുള്ള എഫക്ട് കൊടുത്തുകൊണ്ടാണ് രണ്ട് സൈഡും ഓക്കെ ആവാണ്ടിരുന്നത്. അതുകൊണ്ട് അത് സിംഗിൾ സൈഡഡ് ആയി. ഇനി സിംഗിൾ സൈഡഡ് ആയി. അതുപോലെ ടി ബി അഗ്രി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഡബിൾ സൈഡ് എറർ ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. ഇതൊരു ഡബിൾ സൈഡ് എറർ ആണ്, ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതങ്ങനെ. അപ്പൊ നമ്മൾ സാധാരണ ഒരു എൻട്രി പാസ് ചെയ്യുന്ന പോലെ വേണം എൻട്രി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ലൈക്ക് അക്കൗണ്ട് പറയുന്നതല്ലേ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാക്കിയ പ്രശ്നം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള എൻട്രി കൊടുക്കണം. അപ്പോൾ ആ പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ടി. എന്തുകൊണ്ടാണിത്? കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത ആരുടെ നിന്നാണ്? മിസ്റ്റർ ടിയുടെ നിന്നാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് എൻട്രി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3500 ഒരു 500 കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 3000 ആണ് ഇനി കാണിക്കേണ്ടത് അല്ലെ. ടിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചു. ടി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ടി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ് ചെയ്തല്ലേ നമ്മൾ ടിയുടെ നമ്മൾ പർച്ചേസ് അല്ലേ ചെയ്യുന്ന, എക്സ്പെൻസ് പോലെയാണ്. അതുകൊണ്ട് നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു 3000. കാരണം 500 ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, ഇനി 3000 കൂടി കാണിച്ചാൽ മതി. ഓക്കെ, ഇതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസിൽ വരുന്നത് ഡബിൾ സൈഡഡ് എറർ നമ്മൾ പറഞ്ഞായിരുന്നു. ടി ബി ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും സെയിം ആണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ അത് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പർച്ചേസ് അക്കൗണ്ട് മാറ്റിയിട്ട് എന്ത് അക്കൗണ്ട് ആവും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കണം. അടുത്തത്, paid salary for ₹3,000 wrongly passed to wages account. സാലറി അടിച്ചു, 3000 രൂപയാണ് അടിച്ചത്. അത് ആ സാലറി അടിച്ചു നമ്മൾ കാണിച്ചത് ഏതിലാ? വേജസ് അക്കൗണ്ടിലാണ്. സാലറി അക്കൗണ്ടിന് പകരം നമ്മൾ അത് കാണിച്ചത് വേജസ് അക്കൗണ്ടിലാണ്. ഓക്കെ, രണ്ടിനും ഒരേ ബാലൻസ് ആയതുകൊണ്ട് നമ്മുടെ ടി ബി എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ അത് ഡബിൾ സൈഡ് പോലെയാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേജസിന് തെറ്റായിട്ടുള്ള എഫക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. വേജസ് ഡെബിറ്റ് എഫക്റ്റ് കൊടുത്തു, കാര്യമില്ല. വേജസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ വേജസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സോ ടു വേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് കാണിച്ചു. സാലറിക്ക് കറക്റ്റ് എഫക്റ്റ് കൊടുക്കണം. സാലറി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. സാലറി കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ സാലറിയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ആണ്. അപ്പോൾ സാലറിക്ക് കറക്റ്റ് എഫക്റ്റ് കൊടുത്തു. സാലറി അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3000 കാണിച്ചു. ഇത് തന്നെയാണ് നമ്മുടെ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ടി വിയിലും വരുന്നത്. പക്ഷെ ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ടിലാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടുത്തെ എൻട്രി എന്തായിരിക്കും? സാലറിയും വേജസും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എൻട്രി നോക്കുക, ശ്രദ്ധിച്ചോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് തന്നെയാവും വരിക. 3000 ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇനി നമുക്ക് നോക്കാൻ അടുത്ത ഒരു സെക്ഷനാണ് എഫക്ട് ഓഫ് എറേഴ്സ് ഓൺ പ്രോഫിറ്റ് ഓർ ലോസ്. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു ചോദ്യം കണ്ടതായിട്ട് ഓർക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക? നമുക്ക് വായിച്ചു നോക്കാം ചെറുതായിട്ട് എന്താ പറയണേന്നുള്ളത് നോക്കാം. സം എറേഴ്സ് മേ എഫക്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി പീരീഡ് വൈൽ അതർ വോണ്ട്. ചില എററുകൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബാധിക്കും, ചിലത് ബാധിക്കില്ല. ഹൗ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്? അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബാധിക്കില്ല എന്നുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക? ഇൻകം, ഗെയിൻ, എക്സ്പെൻസ്, ലോസസ്. ഇതൊക്കെ എന്താണ്? നോമിനൽ അക്കൗണ്ടുകളാണ് അല്ലേ. അപ്പോൾ നോമിനൽ അക്കൗണ്ട് എഫക്ട് ചെയ്യുന്ന ഒരു എറർ ആണെങ്കിൽ അതിനർത്ഥം അത് എന്തിനും കൂടെ എഫക്ട് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസിനെ എഫക്ട് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് റിയൽ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന എറർ ആണെങ്കിൽ എന്ത് ചെയ്യില്ല? പ്രോഫിറ്റ് ആൻഡ് ലോസിനെ എഫക്ട് ചെയ്യില്ല. അപ്പൊ ഈ ഒരു എഫക്ട് വെച്ചാൽ ഇത് മനസ്സിൽ ഇങ്ങനെ വെക്കുക, നോമിനൽ അക്കൗണ്ടിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബാധിക്കും. റിയലോ പേഴ്സണലോ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബാധിക്കേണ്ട കാര്യമില്ല. അത്രേ ഉള്ളൂ. ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം.